നമസ്കാരം. ആത്മീയയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, മാർച്ച് മാസം എന്നുള്ളത് ഒരു പോർട്ടൽ മാസമാണ്. നമ്മുടെ ഏതൊരാഗ്രഹത്തെയും നമ്മളിലേക്ക് എത്തിച്ചു തരുവാൻ കഴിവുള്ള ഒരു പ്രധാനപ്പെട്ട മാസങ്ങളിൽ ഒന്നാണ് ഈ മാർച്ച് മാസം എന്ന് പറയുന്നത്. അതായത് നാളെ 369 പോർട്ടൽ ഓപ്പൺ ആകുന്ന ദിവസം. എങ്ങനെയാണ് 369 പോർട്ടൽ ഓപ്പൺ ആകുന്നത്? കാരണം നാളെ 3-ാം തീയതിയും 3-ാം മാസവുമല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി 3-ാം തീയതി 3-ാം മാസം 3 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 6 വരുന്നുണ്ട്. 3ൻ്റെ ഗുണിതം ഒന്ന് കണക്കാക്കി നോക്കൂ. ആ സമയത്ത് നമുക്ക് 9 വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 369 എന്നുള്ള ആ ഒരു പോർട്ടൽ ഓപ്പൺ ആകുന്ന ഒരു ദിവസമായിട്ടാണ് നാളെ കരുതപ്പെടുന്നത്. പ്രധാനമായിട്ടും നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, 333, 369, 777, 888, 111, 000 എന്നുള്ളതെല്ലാം നമുക്ക് ലക്ക് എന്നുള്ളതിനെ നമ്മളിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട നമ്പറുകളിൽ ഒന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ നാളെ മുതൽക്ക് അടുത്ത ഏപ്രിൽ മാസം 4-ാം തീയതി വരെയും, അതായത് 33 ദിവസം നമ്മുടെ ഒരൊറ്റ ആഗ്രഹത്തെ മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ 33 പ്രാവശ്യം എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ എത്ര വലിയ ആഗ്രഹങ്ങളാണെങ്കിലും ആ ആഗ്രഹം നിങ്ങൾക്ക് പെട്ടെന്ന് നിറവേറി കിട്ടുന്നതായിരിക്കും. പലരും പറയും 3 ദിവസം എഴുതിയാൽ മതിയോ, 6 ദിവസം എഴുതിയാൽ മതിയോ, 9 ദിവസം എഴുതിയാൽ മതിയോ. അങ്ങനെയല്ല, 33 പ്രാവശ്യം ഒരൊറ്റ ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് രാവിലെയോ രാത്രിയിലോ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേയോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എഴുതാവുന്നതാണ്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ 33 ദിവസവും തുടർച്ചയായിട്ട് നിങ്ങളുടെ ഈ ഒരു ആഗ്രഹത്തെ നിങ്ങൾ എഴുതേണ്ടതാണ്. പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണോ, നമുക്കൊരു സ്വന്തമായിട്ട് വീട് വേണമെന്നാണോ, അല്ല സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കണമെന്നാണോ, ഇഷ്ടപ്പെട്ട വ്യക്തിയെ വിവാഹം കഴിക്കണമെന്നാണോ, തൊഴിൽ നമുക്ക് തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണോ, പുതിയ ജോലി കിട്ടണമെന്നാണോ, അല്ലെങ്കിൽ നമ്മുടെ ഇൻകം വർദ്ധിക്കണമെന്നാണോ, ഇങ്ങനെ എന്തും ആയിക്കോട്ടെ അതെല്ലാം നമ്മളിലേക്ക് എത്തിച്ചു തരും ഈ പ്രപഞ്ചം. അത് 33 ദിവസം കൊണ്ട്. ചിലർ ചോദിക്കും, 1 രൂപ പോലും ഇല്ലാതിരിക്കുന്ന എനിക്ക് ഒരു വീട് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ ഈ പോർട്ടൽ എഴുതിയത് കൊണ്ട് പൈസ ഇല്ലാത്ത എനിക്കൊരു വീട് വാങ്ങിക്കുവാൻ സാധിക്കുമോ എന്ന്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് പല വഴികളിൽ നിന്നും പണം വന്നു ചേരുവാനുണ്ട്. ആ പണം നമ്മൾ തടസ്സപ്പെട്ട് കിടക്കുകയാണ്, നമ്മളിലേക്ക് എത്താതെ അത് ബ്ലോക്കായി കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ പോർട്ടൽ ദിവസങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ മാസങ്ങളിലും ഓരോ പോർട്ടൽ ഓപ്പൺ ആകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട മാസമാണ് നമ്മുടെ ഈ 369 അല്ലെങ്കിൽ 333 എന്ന് വരുന്ന നമ്മുടെ ഈ മാർച്ച് മാസം എന്ന് പറയുന്നത്. ഞാനിവിടെ പറയുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ നമ്മളിലേക്ക് എത്രയും പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇതിന് പീരിയഡ്സ് ആണ്, നോൺ വെജ് കഴിച്ചിട്ടുണ്ട്, പുലവാലായ്മയുണ്ട് എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇനി ഇത് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ വീട്ടിലിരിക്കാനും പാടില്ല. നമ്മൾ നമ്മുടെ ജോലികൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് കാര്യമാണെങ്കിലും നമ്മൾ നമ്മുടെ ജോലികൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക. അതിനോടൊപ്പം നമ്മളിലും വിശ്വസിക്കുക, ഈ പ്രപഞ്ചത്തിലും വിശ്വസിക്കുക. ഇതുപോലുള്ള സാധാരണ എല്ലാ ദിവസങ്ങളിൽ എഴുതുമ്പോഴും കിട്ടുന്ന ഫലമാണോ ഈ പോർട്ടൽ ഡേയ്സിൽ എഴുതുമ്പോൾ കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ അല്ല. ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തി ഈ ഭൂമിയിൽ കൂടുതലായി നിലനിൽക്കുന്ന ഒരു ദിവസങ്ങളാണ് ഈ പോർട്ടൽ ഡേയ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കഴിവതും വിശ്വാസത്തോടു കൂടി നാളെ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് വരയിടാത്ത ഒരു നോട്ട് പുസ്തകം എടുക്കുക. അതിനുശേഷം ആ നോട്ട് പുസ്തകത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യം മനസ്സൊരുക്കി നിങ്ങൾ ഈ പ്രപഞ്ചത്തോട് താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട്, എനിക്ക് ആ കാര്യം നിറവേറി കിട്ടിയതിന് ഞാൻ ഈ പ്രപഞ്ചത്തോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എങ്ങനെ എഴുതണം? ഞാൻ ഒരു ചെറിയ ഉദാഹരണം മാത്രം പറയാം. നമുക്കിപ്പോൾ ഒരു രൂപ കുറച്ച് ആവശ്യമാണ്, ഒരു 10,000 രൂപ ആവശ്യമാണ് എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ആവശ്യമാണ് എന്നിരിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ 1 ലക്ഷം തന്നെ എടുത്തോളൂ. അങ്ങനെ ആകുമ്പോൾ, ഞാൻ ആഗ്രഹിച്ച 1 ലക്ഷം രൂപ എന്നിലേക്ക് എത്തിച്ചു തന്ന പ്രപഞ്ചത്തിന് കോടാനുകോടി നന്ദി. ഞാൻ ആഗ്രഹിച്ച 1 ലക്ഷം രൂപ എന്നിലേക്ക് എത്തിച്ചു തന്ന പ്രപഞ്ചത്തിന് കോടാനുകോടി നന്ദി എന്നിങ്ങനെ 33 പ്രാവശ്യം ആ രൂപ നമ്മളിലേക്ക് എത്തുന്നത് പോലെയും ആ രൂപ കൊണ്ട് നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതെല്ലാം നിറവേറ്റി കിട്ടുന്നത് പോലെയും സങ്കല്പിച്ചുകൊണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് എഴുതാവുന്നതാണ്. മാനിഫെസ്റ്റേഷൻ എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എപ്പോൾ എഴുതുകയാണെങ്കിലും നമ്മൾ അവസരമായിട്ട്, അതായത് പെട്ടെന്ന് എഴുതി തീർക്കണം എന്നും മനസ്സിൽ കരുതിക്കൊണ്ട് ഒരിക്കലും എഴുതരുത്. ഇതിനു വേണ്ടി ഒരു 10
10 മിനിറ്റ് മാറ്റി തന്നെ വെക്കേണ്ടതാണ്. എങ്ങനെയാണെന്നാൽ നമ്മൾ രാവിലെയാണെങ്കിലും രാത്രിയിലാണെങ്കിലും ഇനി ഉച്ച സമയത്ത് സമയം കിട്ടുമ്പോഴാണെങ്കിലും ഒരു നോട്ട് പുസ്തകം നമ്മൾ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന അല്ലെങ്കിൽ നീല നിറത്തിലുള്ള മഷിയുള്ള പേന മാത്രം എടുക്കുക. ഇതിൽ രണ്ടിൽ ഏത് നിറം വേണമെങ്കിലും എടുത്ത് ഒരു സ്ഥലത്ത് ശാന്തമായ സ്വസ്ഥമായ മനസ്സോടുകൂടി ഇരുന്ന് നമ്മുടെ ഫോൺ സൈലൻറ്റ് ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കിയതിനു ശേഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. വളരെ മൈൽഡായിട്ടുള്ള ധന ആകർഷണ മ്യൂസിക്കുകളെല്ലാം ഉണ്ട്, അത് നമുക്ക് കേൾക്കാം. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ പോസിറ്റിവിറ്റി തരുന്ന മ്യൂസിക്കുകൾ മൈൽഡായിട്ട് വെച്ച് നമ്മൾ ഒരു ധ്യാനം ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ ഒരു മ്യൂസിക് വരുന്നത് അതുപോലെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറി കിട്ടിയതായി നമ്മൾ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ഈ നോട്ട് പുസ്തകത്തിൽ എഴുതാം. 33 പ്രാവശ്യം എഴുതിയാൽ മതി. കഴിഞ്ഞു. ഈ ഒരൊറ്റ ദിവസം നമുക്ക് ഈ കാര്യം ചെയ്യാം. പിന്നീട് 33 ദിവസം നമ്മൾ തുടർച്ചയായിട്ട് എഴുതാം. സമയം കിട്ടിയില്ല, മറന്നുപോയി എന്നൊന്നും പറയാതെ ദിവസവും എഴുതുവാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ദിവസവും എഴുതുമ്പോൾ നമുക്ക് തന്നെ അത് ഓർമ്മയിൽ വരും 33 ദിവസം തുടർച്ചയായി എഴുതണം എന്നുള്ള കാര്യം. ഈ 33 ദിവസത്തിനിടയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടിയെന്നിരിക്കെ നിങ്ങൾക്കത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. തുടർച്ചയായി എഴുതണമെന്നില്ല. ഇനി അഥവാ വേറെ ഏതെങ്കിലും ഒരു ആഗ്രഹം വേണമെങ്കിലും നമുക്ക് ഈ 33 ദിവസത്തിനുള്ളിൽ കവർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് 2 ഓപ്ഷനുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി പരീക്ഷിക്കാനാണ് എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് നിറവേറി കിട്ടുമെന്ന് വിശ്വാസമുള്ള ഒരു കാര്യം നമുക്ക് എഴുതാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ എഴുതും തോറും നമ്മുടെ മനസ്സിലെ പോസിറ്റിവിറ്റി വർദ്ധിക്കുകയും ആ പോസിറ്റിവിറ്റിയും ഈ പ്രപഞ്ചവുമായി കണക്റ്റ് ആവുകയും അത് മുഖാന്തരം നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. എപ്പോഴും എഴുതുന്ന സമയത്തും ചിന്തിക്കുന്ന സമയത്തും മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്തും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടിയെന്ന് നമ്മൾ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ടാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ 100ൽ 100% നമുക്കത് റിസൾട്ട് തരുന്ന ഒന്നായിരിക്കും. ഇന്നിപ്പോൾ ഉച്ച സമയത്ത് എഴുതി, ഇനി നാളെ ഞാൻ അതേ സമയത്താണോ എഴുതേണ്ടതെന്ന് ചോദിച്ചാൽ അല്ല. ഏത് സമയത്ത് വേണമെങ്കിലും നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഏതൊരു സമയത്ത് വേണമെങ്കിലും ഇത് നമുക്ക് എഴുതാവുന്നതാണ്. വേറെ ഏതെങ്കിലും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, ഏഞ്ചൽ നമ്പറുകൾ ചൊല്ലുന്നുണ്ട്, അല്ലെങ്കിൽ സ്വിച്ച് വേർഡുകൾ ചൊല്ലുന്നുണ്ട് എന്നെല്ലാം ഉണ്ടെങ്കിലും സാരമില്ല. നാളത്തെ ഈ ഒരു പോർട്ടൽ ദിവസം നമ്മൾ മറക്കാതെ ഇത് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ നാളെ രാവിലെ ഉണർന്ന ഉടൻ തന്നെ നിങ്ങൾ ഈ ഒരു വാക്കും കൂടി പറയുക: ധനസമൃദ്ധി, ധനസമൃദ്ധി, ധനസമൃദ്ധി എന്നുള്ള വാക്ക് നിങ്ങൾ 33 പ്രാവശ്യം പറയുക. കാരണം നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ എല്ലാവരും ഒരുപാട് പേർ അനുഭവിക്കുന്നത്. ചിലർ പറയുന്നു ലക്ഷക്കണക്കിന് രൂപ കടങ്ങളുണ്ട് എന്ന്, മറ്റു ചിലർ പറയുന്നു കോടിക്കണക്കിന് രൂപ കടങ്ങളുണ്ട് എന്ന്, ചിലർ ആയിരങ്ങളാണ് കടങ്ങൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളനുസരിച്ച് കടങ്ങൾ ഉണ്ടാകും. അതിനെ മാറ്റിയെടുക്കുവാൻ വേണ്ടി നമ്മൾ എത്രമാത്രം പരിശ്രമിക്കുന്നുവോ അതിനോടൊപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ സഹായം കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കടങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് ഇല്ലാതാക്കുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നാളെ 3-ാം തീയതി 3-ാം മാസം രാവിലെ ഉണർന്ന ഉടനെ ധനസമൃദ്ധി എന്നുള്ള വാക്ക് ചൊല്ലി നമുക്ക് ഉണരാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ദിവസം തുടങ്ങാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ധനസമൃദ്ധി എന്ന് എഴുതാനാണ് ആഗ്രഹമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 33 പ്രാവശ്യം ധനസമൃദ്ധി എന്നൊരു നോട്ട് പുസ്തകത്തിൽ എഴുതിയും വയ്ക്കാം. അത് നാളെ ഒരൊറ്റ ദിവസം മാത്രം ചെയ്താൽ മതി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത് 33 ദിവസം 33 പ്രാവശ്യം നമ്മൾ ദിവസവും എഴുതേണ്ട ഒരു മെത്തേഡിനെ കുറിച്ചാണ്. ഇത് നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. ഒരിക്കലും നിങ്ങൾക്ക് ഇതിന് റിസൾട്ട് കിട്ടിയില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. കാരണം അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഒരുപാട് പേർ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ മാർച്ച് മാസത്തെ വരവേൽക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും, അതായത് 100ൽ 50% ആളുകളും തന്നെ ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും സ്വിച്ച് ബോർഡുകളും എല്ലാം ഉപയോഗിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർ കാലങ്ങളായിട്ട് ഇത് ഉപയോഗിച്ച് ഫലം കണ്ടുവരുന്നവരെല്ലാം മാർച്ച് മാസം എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് ആണ്. കാരണം നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാസങ്ങളിൽ ഒന്നായിട്ടാണ് ഈ മാർച്ച് മാസത്തെ അവർ കാണുന്നത്. അതുകൊണ്ട് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി ഈ പ്രപഞ്ചം കൊടുക്കുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നത് കൊണ്ടും അവരിൽ തന്നെ പരിപൂർണമായും വിശ്വസിക്കുന്നത് കൊണ്ടും അവർക്ക് ഈ ഒരു ദിവസത്തെ ഒരിക്കലും വിട്ടുകളയാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാർച്ച് മാസം 3-ാം തീയതി രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഒരു പേപ്പറിൽ നമ്മുടെ ആവശ്യങ്ങൾ എന്താണ്, ഒരൊറ്റ ആവശ്യം നമ്മൾ എഴുതി വയ്ക്കുക എന്നുള്ള കാര്യം.
നമ്മളിത് എഴുതിയിട്ടുണ്ട്, നമ്മളെ തേടി വരുമെന്നൊന്നും നമ്മൾ ചിന്തിക്കാതെ നമ്മളിത് എഴുതി വയ്ക്കുക. നമ്മുടെ ജോലികൾ നമ്മൾ തീർത്തു കഴിഞ്ഞു, ബാക്കിയെല്ലാം ഈ പ്രപഞ്ചം നോക്കിക്കൊള്ളും എന്ന് പരിപൂർണമായ വിശ്വാസത്തോടു കൂടി നമ്മൾ നമ്മുടെ ജോലികൾ തുടരുക. അപ്പോൾ ഇതാണ് എനിക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. വിശ്വാസത്തോടു കൂടി നാളെ മറക്കാതെ ഇത് എഴുതി നോക്കൂ. 100-ൽ 100% ഫലമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ, സ്വിച്ച് വേർഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ, ലക്കി നമ്പറുകൾ എന്നിവയെക്കുറിച്ചും താന്ത്രികങ്ങൾ, വഴിപാട് രീതികൾ എന്നിവയെക്കുറിച്ചും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മീക യാത്ര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം.